നമ്മുടെ വട്ടയപ്പം ഇല്ലാണ്ട് എന്ത് ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഇന്നൊരു പഞ്ഞി പോലത്തെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഒരു മീഡിയം സൈസ് വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി കഴുകി മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കൊരു കുറുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് നമ്മളത് കട്ടയൊന്നുമില്ലാണ്ട് ഉടച്ചിട്ട് കട്ടയൊന്നുമില്ലാണ്ട് മാറ്റി അത് നമ്മൾ തീയിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കാക്കി എടുക്കുക. ഒരു ബൗളിലെടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി, കുറുക്ക് ചേർക്കുക. അതുപോലെ തന്നെ ഫ്രഷായിട്ട് നമ്മൾ ചിരകിയ തേങ്ങ ചേർക്കുക. പിന്നെ 1 സ്പൂൺ ഈസ്റ്റ് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ 1/2 കപ്പ് ഷുഗർ ഇടാം. ഷുഗർ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഏലക്കായും നമുക്ക് വേണമെങ്കിൽ ഇടാം, ഒക്കെ ഓപ്ഷണലാണ്. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. നമുക്കിത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം. അപ്പോൾ നമുക്ക് എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ 1 മുതൽ 2 മണിക്കൂർ വരെ നമുക്കൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊന്തി വന്നു. എനിക്ക് 1 മണിക്കൂർ എടുത്തുള്ളൂ. പിന്നെ ഒരു പാൻ ഗ്രീസ് ചെയ്യുക. ബട്ടറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഗ്രീസ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് തന്നെ വിട്ടുപോരാൻ വേണ്ടി സഹായിക്കും കേട്ടോ. 20 മുതൽ 25 മിനിറ്റ് വരെ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ട് കുക്കായി വന്നോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് നമുക്ക് കുത്തി നോക്കിയാൽ മതി. ക്ലീനായിട്ട് വരുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് തിക്ക് കൂടിയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് 2 എണ്ണാക്കി ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കുറച്ച് തിക്ക് കുറഞ്ഞതായിരുന്നു കേട്ടോ. പണ്ട് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ടാവും. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.